ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് പണമുണ്ടായിട്ട് കാര്യമില്ല. സ്വല്പം ബോധവും വിവരവും വേണം. വെറും മണ്ടനാകരുത്. പണമുണ്ടായെന്ന് പറയും മണ്ടവും മണ്ടത്തരം പറയരുത്. കൂടുതൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വേണമെന്നല്ല. നമ്മുടെ റോക്കിയെ കുറിച്ചാണ്. റോക്കി എവിടെ ഏത് ഇൻ്റർവ്യൂ നിങ്ങളെടുത്ത് നോക്കിയാൽ സ്വയം പൊങ്ങുകയാണ്, സ്വയം പുകഴ്ത്തി അങ്ങ് പറയുകയാണ്. റോക്കി ചെയ്ത തെറ്റിനെക്കുറിച്ച് റോക്കിക്ക് ഇപ്പോഴും അറിയുന്നില്ല. റോക്കി പറഞ്ഞാൽ റോക്കി ചെയ്ത് ഇപ്പോഴും റോക്കിയുടെ വീഡിയോ എല്ലായിടത്തും നിങ്ങൾ നോക്കി അറിയാം. റോക്കി ചെയ്ത ഇൻ്റർവ്യൂ എല്ലായിടത്തും നോക്കി അറിയാം. റോക്കി ചെയ്തത് ശരിയാണെന്നുള്ള രീതിയിലാണ് റോക്കിയുടെ സംസാരം രീതി. എന്ന് വെച്ചാൽ റോക്കി പറയുന്നത് നമ്മൾ സിജോയും റോക്കിയായിട്ടുള്ള ഇഷ്യൂവിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ കൂടുതൽ ഞാൻ പറയാം, റോക്കിയുടെ ദേഹത്ത് തൊട് എൻ്റെ പുറത്ത് തൊടറ എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞപ്പം ആണ് സിജോ അത് തൊട്ടത്. നമ്മളിപ്പോൾ ഒരാളോട് ഇപ്പം റോക്കി തൊടല്ലേ എന്ന് പറഞ്ഞ് തൊട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അയാളുടെ ഇതാണ്. തൊടറാന്നും പറഞ്ഞ് അയാളോട് വെല്ലുവിളിച്ചിട്ട് അയാൾ തൊട്ട് കഴിഞ്ഞപ്പോൾ പിടിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്നത്. അത് എന്ത് പ്രൊവോക്ക് എന്തോ ആയിക്കോട്ടെ. ചില ആളുകൾ വന്ന് കമ്പനിയിടും ബ്രോ അത് പ്രൊവോക്ക് ചെയ്തുകൊണ്ടല്ലേ. പക്ഷെ സിജോ അത് വേറൊന്നുമല്ല. പ്രൊവോക്ക് ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് മത്സരാർത്ഥികളെ മാനസികമായി തകർത്തുക. അതാണ് സിജോ അവിടെ ചെയ്തത്. ഇത് ഞാൻ സിജോയെ ന്യായീകരിക്കുകയല്ല, സിജോ ചെയ്തത് തെറ്റാണ്. പക്ഷേ റോക്കി ചെയ്തത് ഇപ്പോഴും റോക്കിക്ക് അതിൻ്റെ ഇതെന്നാണെന്ന് അറിയത്തില്ല. സിജോ ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയാണെങ്കിൽ ഇപ്പം ജബ്രിയോ അല്ലെ ജാസ്മിൻ ഇവരൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവരവസ്ഥ അതൊന്ന് നോക്ക്. അതുകൊണ്ട് കേസ് കൊടുക്കും, വേറെ അവർക്ക് നിർവാഹമില്ല. പക്ഷെ ഇതല്ല. സിജോ എന്നിട്ട് മാന്യത കാണിക്കുവാണ്. റോക്കി വീണ്ടും ഞാൻ ഏതാണ്ട് വലിയ മാസമാണ്, ഞാനില്ലെങ്കിൽ ബിഗ് ബോസ് ഷോ ഇല്ല, ഞാനാണ് അവിടുത്തെ ഇത് അങ്ങനെയുള്ള റോക്കി നിൽക്കുന്നിടത്ത് 4 പേര് കൂടുമെന്ന് ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം അറിഞ്ഞ കാര്യം എന്താ വെച്ചാൽ, റോക്കി എയർപോർട്ടിൽ വന്നപ്പോൾ റോക്കി ആളുകളെ നിർത്തിയിട്ടാണ് അവിടെ എയർപോർട്ടിൽ കൊണ്ടുവന്നത് എന്നൊരു കാര്യം ഞാൻ അറിഞ്ഞു. അതേക്കുറിച്ച് കൂടുതൽ എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാണ് അവിടെ വന്ന ആളുകൾ എന്നോട് പറഞ്ഞതാണ്. അതിലൊരാൾ എന്നോട് പറഞ്ഞാൽ നേരാണെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനത് ഇവിടെ നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. വേറെ നല്ല റോക്കി ചെയ്തത് ഇപ്പോഴും തെറ്റ് തന്നെയാണ്. അത് റോക്കിക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായില്ല. റോക്കിക്ക് പൈസയുണ്ട്, റോക്കിക്ക് വ്യവസായ ഇതുണ്ട്, ജോലിയുണ്ട്, അതൊന്നുമല്ല. പക്ഷേ റോക്കി ചെയ്ത കാര്യം അത് തെറ്റ് തന്നെയാണ്. തെറ്റായിട്ട് സംഭവിക്കുക. അല്ലാതെ അതിനെ ന്യായീകരിച്ച് വേറെ രീതിയിൽ ഇറക്കി ഇപ്പോൾ സിജോ റോക്കിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കും. അതിൻ്റെ എല്ലാ ഉത്തരവാദിയും റോക്കി തന്നെയാണ്. റോക്കിക്ക് എന്താണ് പറയേണ്ടതെന്ന് റോക്കിക്ക് ഇതുവരെ അറിയത്തില്ല. റോക്കിയോട് ചോദിക്കുമ്പം സിജോയോട് അൻസിയോട് ഞാൻ സംസാരിച്ച്, ഞാൻ കൃഷിയോട് സംസാരിച്ച്, ഞാൻ നമ്മുടെ അർജുനോട് സംസാരിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. ഇതെന്തിനാണ്? ഇത് സിജോയും റോക്കിയും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല. അവരെങ്കിൽ പറഞ്ഞ് സംസാരിച്ച് തീർക്കുക. അല്ലാതെ അവരോട് ഇവരോട് സംസാരിച്ചിട്ട് വന്നിട്ട് കാര്യമുണ്ടോ റോക്കി? അപ്പം എൻ്റെ ഈ കൊച്ചുകുട്ടിയോട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് റോക്കിയും സിജോയുടെ വിഷയത്തെക്കുറിച്ച്? നിങ്ങൾക്ക് കൂടുതൽ എന്താണ് തോന്നുന്നത്? അവർ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്? അതേക്കുറിച്ച് കൂടുതൽ ഇപ്പം പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട്, ബ്രോ ഇങ്ങനെയുള്ള വീഡിയോ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? അവർ പോയി അവിടെ പോയി ഇവിടെ അവർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റും. നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാം നിങ്ങളെ എത്തിക്കണം. ഇപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളുണ്ട്, അവർക്കും കൂടുതൽ എത്തണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.